എക്സും കൂടിയും ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 12 days കൊണ്ട് തീരും. സെഡും എക്സ് ആയതുകൊണ്ട് 1/c പ്ലസ് 1/a. എത്ര ദിവസം കൊണ്ട്? 1/12 days കൊണ്ട് വർക്ക് തീരും. അപ്പൊ നമ്മൾ എഴുതിയ ഇക്വേഷൻസ് ശരിയല്ലേ എന്ന് ഒന്നുകൂടി നോക്കിയാലോ. എക്സും വൈയും 10 days, അപ്പൊ 1/a പ്ലസ് 1/b 1/10. വൈയും സെഡും കൂടിയും 15 days. ഓക്കെ, എക്സും സെഡും കൂടി 12 days. കറക്റ്റാണ്. നേരത്തെ ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ തന്നെയല്ലേ ഇത്? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ മറക്കാൻ പാടില്ലത്. അപ്പൊ 3 പേരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എന്തുവരും? 3 പേരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പൊ 1/a പ്ലസ് 1/b പ്ലസ് 1/c എന്താന്ന് കിട്ടിയ ആൻസർ ആവും അല്ലെ. അപ്പൊ 1/a പ്ലസ് 1/b പ്ലസ് 1/c കാണാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ 1 പ്ലസ് 2 പ്ലസ് 3 ചെയ്താൽ മതി. 3 ഇക്വേഷൻസുകളും ഒന്ന് ആഡ് ചെയ്താൽ മതി. 1 പ്ലസ് 2 പ്ലസ് 3 ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർമ്മയുണ്ടല്ലോ, ഒക്കെ 2 ടൈംസ് ആവും. 1/a പ്ലസ് 1/a 2 ടൈംസ് 1/a, 1/b പ്ലസ് 1/b 2 ടൈംസ് 1/b and 2 ടൈംസ് 1/c. കുറച്ച് സ്റ്റെപ്പ് കുറയ്ക്കാമല്ലോ അല്ലെ. 2 കോമൺ ആയിട്ട് എടുത്താലോ, എല്ലാത്തിലും 2 ഉണ്ടല്ലോ. 2 into 1/a പ്ലസ് 1/b പ്ലസ് 1/c. റൈറ്റ് സൈഡിൽ ആഡ് ചെയ്താൽ 1/10 പ്ലസ് 1/15 പ്ലസ് 1/12. 1/10 പ്ലസ് 1/15 പ്ലസ് 1/12 അല്ലേ. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണോ? നിങ്ങൾക്ക് LCM കാണാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്തോ. 3ന്റെയും LCM എന്താ? 10ന്റെ മൾട്ടിപ്പിൾസുകൾ പറ. 20, 30, 40, 60 അല്ലേ. 40 പറ്റില്ല, 60 എല്ലാത്തിൻ്റെയും LCM ആണ്. ട്രയൽ ആൻഡ് എറർ വഴി തന്നെ നമുക്ക് LCM കാണാൻ പറ്റും. 10, 15, 12ന്റെ LCM കോമൺ മൾട്ടിപ്പിൾ 60 ആണ്. അപ്പൊ 10 60 ആവണമെങ്കിൽ 6 കൊണ്ട് മോളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 50 60 ആവണമെങ്കിൽ 4 കൊണ്ട് മോളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 12 60 ആവണമെങ്കിൽ 5 കൊണ്ട് മോളിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 15/60 കിട്ടും അല്ലേ. 15/60 കിട്ടും. അപ്പൊ നമുക്ക് ഈ 2 വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. ലെഫ്റ്റ് സൈഡിലുള്ള 2 15/60 ചെയ്ത് വരുമ്പോൾ എന്ത് വരും? ഞാൻ ഒന്നുകൂടി എഴുതിക്കോട്ടെ. 2 into 1/a പ്ലസ് 1/b പ്ലസ് 1/c. റൈറ്റ് സൈഡിൽ 15/60 എന്താണെന്ന് പറയാമോ? 1/4 അല്ലേ. 1/4 ആണ്. ഈ 2 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം അല്ലേ. 2 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ 1/a പ്ലസ് 1/b പ്ലസ് 1/c. ഈ 2 അവിടെ എത്തുമ്പോൾ 1/2 ആവും, അറിയാലോ. 1/2 into 1/4 എന്നാവും മാറും. അപ്പൊ 1/a പ്ലസ് 1/b പ്ലസ് 1/c ഈക്വൽ ടു 1/8 എന്ന് കിട്ടും. അപ്പൊ എയും ബിയും സിയും, അതായത് എക്സ് വൈ സെഡ് ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം വേണം? 1/a പ്ലസ് 1/b പ്ലസ് 1/c ഈക്വൽ ടു ആ 1ന് താഴെ വരുന്ന ആൾ ആരാണോ അയാളാണ് ആൻസർ. അതാണ് 3 പേരും കൂടിയും ഒന്നിച്ച് വർക്ക് ചെയ്താൽ കിട്ടുന്ന ഡേയ്സ്. അപ്പൊ ആൻസർ 8 ആണ്. ആൻസർ എന്താണ്? 8 days. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതുപോലത്തെ ഒരു പ്രോബ്ലം ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ അല്ലേ. ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇത് വായിച്ചു നോക്കാം. ഇത് അഫ്കാറ്റ് 2015 ആണ്. A and B can do a piece of work in 18 days and B and C can do it in 24 days. A and C can do it in 36 days. In how many days can B alone finish the work? ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ. ഇതിനു മുമ്പത്തെ ക്വസ്റ്റ്യൻസ്, ഇതിനു മുമ്പ് ചെയ്ത 2 പ്രോബ്ലം ആയിട്ട് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ആ മോഡലാണ് തന്നെയാണ്, ആ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം അവിടെ ചെയ്ത സ്റ്റെപ്പുകളെല്ലാം ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് മറക്കരുത്, ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയാണ്. നന്നായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ തുടങ്ങാം അല്ലെ. എ എന്ന് പറഞ്ഞ ആൾക്ക് 7 days വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ. നമ്മൾ അങ്ങനെ തന്നെ തുടങ്ങാണ്. ബി എന്ന് പറഞ്ഞ ആൾക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ B days വേണം. സി എന്ന് പറഞ്ഞ ആൾക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ C days വേണം. അസ്യൂം ചെയ്യാം. എയും ബിയും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ 18 days വേണം. എയും ബിയും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്താൽ 18 days വേണം. വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് ഇക്വേഷൻ? എയും ബിയും ആണ് അല്ലെ. 1/a പ്ലസ് 1/b എത്ര ദിവസം വേണമെന്ന് പറയുന്നത്? 18 അല്ലെ. 1/18. ഇതാണ് കറസ്പോണ്ടിങ് ഇക്വേഷൻ. ബിയും സിയും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ 24 days കൊണ്ട് തീരും. ബിയും സിയും 24 അല്ലെ. അപ്പൊ കറസ്പോണ്ടിങ് ഇക്വേഷൻ 1/b പ്ലസ് 1/c ഈക്വൽ ടു 1/24. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. പിന്നെന്താണുള്ളത്? എയും സിയും അല്ലെ. അപ്പൊ 1/a പ്ലസ് 1/c
എയും സിയും എത്രയാണ് 1/36. ഇക്വേഷൻ നമ്പർ 3. നമ്മൾ എഴുതിയത് ശരിയല്ലേ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ എന്തൊരു സ്റ്റെപ്പ് എഴുതുമ്പോഴും എഴുതിയത് ശരിയല്ലേ എന്നൊന്ന് വളരെ ഫാസ്റ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. കറക്റ്റ് അല്ലേ? 1/a 1/b 18 days ആണ്. ബിയും സിയും കൂടി 24 ആണ്. എയും സിയും കൂടി 36 ആണ്. നമുക്ക് എന്താ വേണ്ടത്? ബി ആണ് വേണ്ടത് അല്ലെ? ബി എലോൺ അല്ലെ? അപ്പോൾ സ്മോൾ ലെറ്റർ ബി ആണ് നമുക്ക് വേണ്ടത്. ഇതിൽ നിന്ന് സോൾവ് ചെയ്തിട്ട് എന്താ കാണേണ്ടത്? സ്മോൾ ലെറ്റർ ബി ആണ് വേണ്ടത് അല്ലെ? ഇതിൽ നിന്ന് സ്മോൾ ലെറ്റർ ബി കാണാനായിട്ട് എന്തെങ്കിലും വല്ല ഐഡിയ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് നേരത്തെ ചെയ്ത മെത്തേഡ് ചെയ്യാൻ വേണമെങ്കിൽ നേരത്തെ ചെയ്ത മെത്തേഡ് എന്താണ്? ഇതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് 1/a + 1/b + 1/c കാണാൻ പറ്റും. അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ തന്നെ നമുക്ക് 1/b കിട്ടും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പിൽ തന്നെ ചെയ്താൽ മതി. ഒട്ടും ഡീവിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ചെയ്ത പ്രോബ്ലം എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? 1 + 2 + 3 ചെയ്തു അല്ലേ? ഓർക്കുന്നില്ലേ? 1 + 2 + 3 ചെയ്തു നമ്മൾ. അപ്പോ 1 + 2 + 3 ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അറിയാമല്ലോ. 1/a 1/a 2 times 1/a 2 times 1/b 2 times 1/c അല്ലെ? നമുക്ക് 2 കോമൺ ആയിട്ട് എടുത്താലോ? 2 × 1/a + 1/b + 1/c. റൈറ്റ് സൈഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/18 + 1/24 + 1/36 അല്ലെ? ശരിയല്ലേ? ഇങ്ങനെ വരും. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കിത് വേണമെങ്കിൽ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് പുറത്തോട്ട്, അല്ലെങ്കിൽ ഇത് LCM എടുത്ത് ആഡ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ പറഞ്ഞുതരാം. റൈറ്റ് സൈഡ് ഇത് 3 കൂടി ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്. ഇതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള 2 തമ്മിൽ ആഡ് ചെയ്യ്. ഇഷ്ടമുള്ളത് ഇതും തമ്മിൽ ആഡ് ചെയ്തിട്ട് 1/24 ആയിട്ട് ആഡ് ചെയ്താലും തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ 1/24 അവിടെ ഇരിക്കട്ടെ. ഇത് ടിക്ക് ചെയ്ത് 2 പേരും തമ്മിൽ ആഡ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം 2ന്റെ LCM 36 ആണ്. 18ന്റെയും 36ന്റെയും LCM 36 അല്ലേ? ഇവിടെ 18 36 ആവാന്ന് പറഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ. മോളിൽ 2 എഴുതാം. ഏറ്റവും ബേസിക് കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് അത് അറിയാമല്ലോ. ആഡ് ചെയ്യലും മൈനസ് ചെയ്യലും ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണല്ലോ. ഇവിടെ 36 സെയിം ആണ്. അപ്പൊ മോളിൽ 1 വന്നു. അപ്പൊ ഇത് 1/24 പ്ലസ് ഇവിടെ 3/36 വരും. 3/36 എത്രയാ? 3/36 1/12 അല്ലേ? നോക്കിയേ. അതെ, അങ്ങനെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ 1/24 1/12 ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. LCM ഒന്നുകൂടി 24ന്റെയും 12ന്റെയും LCM 24 ആണ് അല്ലേ? 24 ഇപ്പൊ ന്യൂമറേറ്റർ 1 എഴുതി. 12 24 ആവണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്റർ 2 എഴുതി. 3/24 അതായത് 1/8 വന്നു. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 2 നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകാമല്ലോ അല്ലേ? 2 നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോവാം. അപ്പോൾ 1/a + 1/b + 1/c. 2 അങ്ങോട്ട് പോകുമ്പോൾ 1/2 × 1/8 = 1/16 വരും. ശരിയല്ലേ? നോക്കിയേ, കറക്റ്റാ. ഇപ്പൊ 1/a നമ്മൾ ചെയ്ത് ശരിയല്ലേ എന്ന് ഒന്നുകൂടി നോക്കാം. കറക്റ്റ് അല്ലേ? അതെ, കറക്റ്റ് ആണ്. 1/a + 1/b + 1/c 1/16 ആണ്. നമുക്ക് എന്താ വേണ്ടതെന്ന് ഓർമ്മയുണ്ടോ? 1/b. എന്നാലല്ലേ 1/b കിട്ടിയാലല്ലേ b കിട്ടുള്ളൂ. ഇതില് ഈ 1/aയും 1/cയുടെയും സമ്മ് 1/36 ആണെന്നല്ലേ ഇക്വേഷൻ 3 പറയുന്നത്? 1/aയുടെയും 1/cയുടെയും സമ്മ് 1/36 ആണെന്നല്ലേ ഇക്വേഷൻ 3 പറയുന്നത്? 1/aയുടെയും 1/cയുടെയും സമ്മ് 1/36 എഴുതി പ്ലസ് 1/b = 1/16 ആയി അല്ലെ? ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1/b = 1/16 - 1/36 വരും. ഇത് അത്ര എളുപ്പമൊന്നുമല്ല അല്ലേ? നമുക്ക് വേണമെങ്കിൽ വേറൊരു വഴിയുണ്ട്. 16ഉം 36ഉം നമുക്ക് ഒരു 4 കോമൺ ആയിട്ട് എടുത്ത അങ്ങനെ ഒരു വഴിയുണ്ട്. 16ഉം 36ഉം കൂടി 4 കോമൺ ആണ്. നമുക്ക് സബ്ട്രാക്ഷൻ അഡീഷൻ എളുപ്പമോ? അപ്പോൾ 1/4 - 1/9 അല്ലേ? 4 × 4 16 ആണ്. 4 × 9 36 ആണ് അല്ലേ? ശരിയാണല്ലോ? അതെ. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമുക്ക് ഈ LCM എടുക്കാൻ ഉള്ള സ്റ്റെപ്പ് ഒഴിവായി കിട്ടുമല്ലോ. 9 - 4 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 9 - 4 എന്താണ്? 9 - 4 5. 5/4 × 9 അല്ലേ? അതെ, = 5 ഇത് എത്ര വരും? 4 × 4 16. 16 × 9 എത്രയാണ് നോക്കട്ടെ? 16 × 9 എത്രയാണ്?
144 അല്ലേ? അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? 1/b ആണ് അല്ലേ? അപ്പൊ ബി എന്ത് വരും? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 144/5 എന്നാണ് വരാം. 1/b = 5/144 എന്ന് പറയുമ്പോൾ ബി എന്താണ്? 144/5 വരും. എന്താണ് 144/5? നമുക്ക് ഒന്ന് ഡിവിഷൻ ചെയ്യാം. 144/5 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? 28 4/5 കിട്ടും. അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യുമ്പോൾ തന്നെ 28 പോയിന്റ് വരും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ സി ടിക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇത് അഫ്ക്യാറ്റ് 2022 ആണ്. ഈ മോഡൽ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആണ് കേട്ടോ, മറക്കരുത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. മെഷീൻ പി ക്യാൻ പ്രിന്റ് 1 lakh books in 8 hours. Machine Q can print the same number of books in 10 hours, while machine R can print them in 12 hours. All the machines started at 9 a.m. Approximately at what time will the work be finished? Approximately ആണ്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. ചെറിയൊരു 10 മിനിറ്റ്സിൻ്റെയോ 14 മിനിറ്റ്സിൻ്റെയോ ചെറിയൊരു എറർ കാണിക്കും. അപ്പോൾ നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്താൽ മതി അല്ലേ? നമ്മളിപ്പോൾ ഐഡിയലി ഇപ്പോൾ ഉദാഹരണത്തിന് 11 hour and 15 minutes എന്ന് വിചാരിക്കും. എന്നാലും ചെറിയൊരു ഡീലേക്ക് സ്വാഭാവികമായിട്ടും വരാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി അറ്റ് വാട്ട് ടൈം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിന് നിയറസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ തുടങ്ങാം. മെഷീൻ പി ക്യാൻ പ്രിന്റ്. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. മെഷീൻ പിയുടെ, മെഷീൻ ക്യൂവിൻ്റെ, മെഷീൻ ആറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാ മെഷീനും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പോവാണ്. 9 AM സ്റ്റാർട്ട് ചെയ്യുന്നത്. വർക്ക് എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് ആവും? ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ എഴുതട്ടെ. മെഷീൻ പി എന്താണ്? 8 മണിക്കൂർ കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ആവും. അതായത് 1 lakh ബുക്ക് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ വർക്ക്. വർക്കിനെ ഞാൻ തൽക്കാലം W എന്ന് എഴുതുന്നുള്ളൂ, അല്ലാതെ 1 lakh പേജസ് എന്നൊന്നും ഞാൻ എഴുതുന്നില്ല. അപ്പൊ പി എന്ന് പറഞ്ഞ മെഷീൻ 8 മണിക്കൂർ കൊണ്ട് ഒരു വർക്ക് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞാൽ പോരെ? 8 മണിക്കൂർ സമയം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കുന്നു. അപ്പൊ പി 1 മണിക്കൂർ കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആക്കും? ഡേ അല്ല, ഇവിടെ അവറാണ് കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് W/8 വർക്ക് കംപ്ലീറ്റ് ആകും. 8 മണിക്കൂർ കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ആകും. അപ്പോൾ 1 hour കൊണ്ട് 1/8 ഓഫ് ദ വർക്ക് കംപ്ലീറ്റ് ആവും. അതേപോലെ വേറൊരു മെഷീൻ ഉണ്ട് ക്യൂ. സെയിം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ 10 hour വേണം. 10 hour വേണം. അപ്പോൾ ഒരു 1 hour കൊണ്ട് W/10 വർക്കായിരിക്കും കംപ്ലീറ്റ് ആക്കാം. ഇനി R എന്ന് പറഞ്ഞാൽ വേറൊരു മെഷീൻ ഉണ്ട് അല്ലേ? ഇവരെല്ലാം സെയിം വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. 12 hour വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ. 12 hour വേണം. അപ്പോൾ 1 hour കൊണ്ട് എന്ത് വർക്ക് കംപ്ലീറ്റ് ആവും? 1 hour കൊണ്ട് ചെയ്യുന്ന വർക്ക് W/12 ആണ്. ഈ കാര്യങ്ങൾ നമ്മൾ എഴുതിയത് ശരിയല്ലെന്ന് നോക്കാം. കാരണം ചെറിയൊരു എറർ വന്നാൽ മതി, കംപ്ലീറ്റ് തെറ്റും, സമയവും അത്രയും പോയി കിട്ടും. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോൾ. അപ്പോൾ ആദ്യത്തത് 8 hour W/8, രണ്ടാമത്തെ 10 hour സോ W/10, തേർഡ് വൺ 12 hour W/12. 3 പേരും കൂടി വർക്ക് ചെയ്യാണ് അല്ലേ? ശരിയല്ലേ? അപ്പോൾ അപ്രോക്സിമേറ്റ്ലി അറ്റ് വാട്ട് ടൈം വർക്ക് വിൽ ബി ഫിനിഷ്ഡ്. അപ്പോൾ ഇത് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞിട്ട് ഏതായാലും ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും കൂടിയും X hour കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആക്കി. മനസ്സിലായല്ലോ? വേറൊരു ഡയറക്റ്റ് ഫോർമുല ഉണ്ടായിരുന്നു, ഏതായാലും ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, പിയും ക്യൂവും ആറും അല്ലെ, 3 പേരും കൂടി ഒന്നിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒന്നിച്ചിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഇപ്പോൾ 9 AM അല്ലേ? 9 AM വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. X hour കൊണ്ടാണ് എല്ലാവരും ഈ വർക്ക് കംപ്ലീറ്റ് ആക്കിയത്. ദിസ് ഈസ് കംപ്ലീഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ പിയുടെ കോൺട്രിബ്യൂഷൻ X × W/8 അല്ലേ? X × W/8 ആണ്. വൈയുടെ കോൺട്രിബ്യൂഷൻ, അതായത് ക്യൂവിൻ്റെ കോൺട്രിബ്യൂഷൻ X × W/10 ആണ്. സിയുടെ കോൺട്രിബ്യൂഷൻ അതായത് ആറിൻ്റെ കോൺട്രിബ്യൂഷൻ X ഡേയ്സ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, X × W/12 ആണ്. ഇതെല്ലാം ആഡ് ചെയ്താൽ W കിട്ടും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇത് ചെയ്യാനായിട്ട് വേറെ ഒരു ഫോർമുലയായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും ഉപയോഗിക്കാൻ വേണമെങ്കിൽ 1/A + 1/B + 1/C = 1/D അങ്ങനെയും ചെയ്യാൻ വേണമെങ്കിൽ. ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്.
അത്ര ടൈം എടുക്കുന്നില്ല മെത്തേഡ്. സോ ഇത് ക്ലിയർ ആയല്ലോ. എല്ലാവരും എക്സ് ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആക്കി. ഓരോരുത്തരെ കോൺട്രിബ്യൂഷൻസുകളെല്ലാം ആഡ് ചെയ്താൽ ടോട്ടൽ വർക്ക് ആവും അല്ലേ. ഇവിടെ എല്ലാ സൈഡിലും നമുക്ക് ഡബ്ല്യു വെട്ടിക്കളഞ്ഞാലോ അല്ലേ. എല്ലാ സൈഡിലും ഡബ്ല്യു വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാത്തിലും എക്സ് കോമൺ ആണ്. എക്സ് പുറത്തോട്ട് പോവാം. 1/8 + 1/10 + 1/12 അല്ലേ ഈസ് ഈക്വൽ ടു 1 ആണ്. നമുക്കിത് ആഡ് ചെയ്യണമെങ്കിൽ LCM എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 8, 10, 12 എല്ലാത്തിലും കൂടി ഒരു 2 കോമൺ ആണ്. നമുക്ക് അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട്. ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ 8, 10, 12 എല്ലാത്തിനും കൂടി ഒരു കോമൺ ആയിട്ട് ഒരു 2 എടുക്കാൻ പറ്റില്ലേ ഇല്ലേ. ഇവിടെ 1/4, 8 2 പോയല്ലോ. 10 ഇവിടെ 1/5, 1/12 എന്തുവരും 1/6 അല്ലേ. ശരിയല്ലേ. ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്പർ ഒന്ന് കുറച്ച് ചെറുതാവും അല്ലേ. ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ കുറച്ച് എളുപ്പമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെയ്തതാ. എല്ലാത്തിലും ഡിനോമിനേറ്ററിൽ നിന്ന് 2 കോമൺ ആയിട്ട് എടുത്തു. ശരിയല്ലേ നോക്കിയേ. അതെ. അപ്പോൾ x/2 ഇൻറ്റു നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തോ. ഒന്നും നോക്കണ്ട. അല്ലെങ്കിൽ ഫസ്റ്റും തേർഡും തമ്മിൽ വേണമെങ്കിൽ LCM എടുത്ത് ആഡ് ചെയ്തോ. 4 × 6 LCM എത്ര 12 അല്ലേ. 12 ആണ്. അപ്പോൾ 4 12 ആവണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 6 12 ആവണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ x/2 ഇൻറ്റു 5/12 + 1/5 ശരി തന്നെയാണല്ലോ അല്ലേ. റൈറ്റ് സൈഡ് 1 ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്. ശരിയല്ലേ. കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് ശരിയല്ലെന്ന് ഒന്നുകൂടി നോക്കാം. 3 + 2 കറക്റ്റാണ്. 5/12. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അതറിയാമല്ലോ. 25 + 12 അല്ലേ. 25 5 × 5 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ. 5 × 5 25, 12 × 1 12. ഡിനോമിനേറ്റർ 5 × 12 60 ഈക്വൽ ടു 1 വരും. മോളിൽ 37 അല്ലേ. 37 x/120 ഈസ് ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ x ഈക്വൽ ടു 120/37 അവറാണ് കേട്ടത്. x ഈക്വൽ ടു 120/37 അവറാണ് കേട്ടല്ലോ. അപ്പോൾ നമുക്ക് 9:30 അല്ല ഓപ്ഷൻസ് ഒക്കെ 11:30 AM 12:30 PM അങ്ങനെയൊക്കെയാണ് ചോയ്സുകൾ. ശരിയല്ലേ. അപ്പോൾ നമുക്കത് എന്താ ചെയ്യുക. 120/37 ഒന്ന് ഡിവിഷൻ ചെയ്താലോ. നമുക്ക് 120/37 അപ്രോക്സിമേഷൻ ആണ് കേട്ടോ. 3 അവർ 3.24 അവർ കിട്ടും. 3.24 അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അവർ + 0.24 അവർ അങ്ങനെ എഴുതാലോ. അങ്ങനെ എഴുതി തെറ്റൊന്നുമില്ലല്ലോ. 3.24 അവറിന് 3 അവർ + 0.24 അവർ അല്ലേ. ദാറ്റ് ഈസ് 3 അവർ + 0.24 അവർ. അവറിന് മിനിറ്റ് ആക്കിയാലോ. 0.24 അവറിന് എങ്ങനെ മിനിറ്റ് ആക്കാം. അവറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പഠിച്ചിട്ടില്ലേ. അപ്പോൾ 0.24 അവർ എന്ന് പറഞ്ഞാൽ 0.24 × 60 മിനിറ്റ് ആയി മാറും. അപ്പോൾ ഇത് 3 അവർ + 0.24 ഞാൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ. 0.24 × 60 14.4 മിനിറ്റ്. അപ്പോൾ അറൌണ്ട് 3 അവർ ആൻഡ് 15 മിനിറ്റ്സ് അല്ലേ. 3 അവർ + 15 മിനിറ്റ്സ് ശരിയല്ലേ. അറൗണ്ട് അല്ലേ. അപ്പോൾ 9 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 3 മണിക്കൂറും 15 മിനിറ്റും കഴിഞ്ഞാൽ മാത്രമേ വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 3 അവർ + 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12:15 PM അല്ലേ. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 3 അവർ + 15 മിനിറ്റ് കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം എത്രയായി. അപ്പോൾ 12.15 PM 12:15 PM ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളത് എടുത്താൽ മതി. 12:30 എടുക്കാം. ചെറിയ ഡിലേ അവിടെ ഇവിടെയൊക്കെ വരാമല്ലോ അല്ലേ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ അപ്രോക്സിമേറ്റ്ലി എന്നുള്ള വേർഡ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് സെലക്ട് ചെയ്യാനേ പറ്റുള്ളൂ. സോ ഓപ്ഷൻ C ആണ് ആൻസർ. സോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. ഓപ്ഷൻ C ആണ് ആൻസർ. സോ നമുക്ക് അടുത്തിലോട്ട് പോയാലോ. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. എഫിഷ്യൻസി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എഫിഷ്യൻസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ റേഷ്യോ ഓഫ് എഫിഷ്യൻസീസ് of x and y for doing a certain work is 5:9. Working together
they can complete work in 15 days. X alone will complete 66 2/3% of the same work in. ഇത് അഫ്ക്യാറ്റ് 2022 ആണ്. എഫിഷ്യൻസി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അതിനു മുമ്പേ നമുക്കൊരു അസംഷൻ എടുത്താലോ. എക്സിന് എത്ര ദിവസം വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞിട്ടില്ല. വൈക്ക് എത്ര ദിവസം വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞിട്ടില്ല, അല്ലേ? അപ്പൊ നമുക്ക് അസ്യൂം ചെയ്താലോ, എക്സിന് 7 ഡേയ്സ് വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ, 7 ഡേയ്സ് വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ. വൈക്ക് B ഡേയ്സ് വേണം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ. അസ്യൂം ചെയ്യുന്നതുകൊണ്ട് നഷ്ടമില്ലല്ലോ, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ അസ്യൂം ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് എ എത്ര വർക്ക് കംപ്ലീറ്റ് ആക്കും? എക്സിന് ഒരു വർക്ക് കംപ്ലീറ്റ് ആകാൻ 7 ഡേയ്സ് വേണമെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം കൊണ്ട് എക്സ് ചെയ്യുന്ന വർക്ക് W/A ആണ്. വൈ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് എത്രയാണ്? വൈ W/B ആണ്. ശരിയല്ലേ? അപ്പൊ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് എന്താണ്, അതിനെ നമുക്ക് എഫിഷ്യൻസി എന്ന് വിളിക്കാം, അല്ലെ? ഒരു ദിവസം കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്താൽ അയാൾ നല്ല എഫിഷ്യൻ്റ് ആണെന്ന് പറയാം. ഒരു ദിവസം വളരെ കുറച്ച് വർക്കേ ചെയ്യുന്നുള്ളൂ എങ്കിലും എഫിഷ്യൻസി കുറവാണെന്നേ പറയുള്ളൂ. അപ്പൊ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ 1 ഡേ വർക്കായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ആ 1 ഡേ വർക്കിനെ എഫിഷ്യൻസി എന്ന് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. കേട്ടല്ലോ? അപ്പൊ ആദ്യത്തെ ആളെ എക്സിന്റെ എഫിഷ്യൻസി ബൈ വൈയുടെ എഫിഷ്യൻസി 5:9 അല്ലെ? റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. എക്സിന്റെ എഫിഷ്യൻസി ഈസ്റ്റ് വൈയുടെ എഫിഷ്യൻസി 5/9 ആണ്. ഒരു ദിവസത്തെ വർക്കിനെയാണ് നമ്മൾ ഈ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ രണ്ടുപേരെ എഫിഷ്യൻസിയുടെ റേഷ്യോ എടുക്കുമ്പോൾ എക്സിന്റെ എഫിഷ്യൻസി W/A ആണ്. ഒരു ദിവസത്തെ വർക്കിന് നമുക്ക് എഫിഷ്യൻസി എന്ന് വിളിക്കാം. വൈയുടെ എഫിഷ്യൻസി W/B ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് എഫിഷ്യൻസിയുടെ റേഷ്യോ. അപ്പൊ ഇത് W/A ഇൻറ്റു റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. W വെട്ടിപ്പോയിട്ട് B/A വരും. ഇതാണ് എഫിഷ്യൻസിയുടെ റേഷ്യോ B/A. അതിവിടെ 5/9 എന്നാണ് തന്നിട്ടുള്ളത്, അല്ലെ? 5/9 ശരിയല്ലേ? നോക്കിയേ, എഫിഷ്യൻസിയുടെ റേഷ്യോ 5/9 ആണല്ലോ, അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ബീനെ 5/9 എന്ന് എഴുതാം. നമുക്ക് എന്താ വേണ്ടത്? എക്സ് എലോൺ, അല്ലേ? എക്സ് എലോൺ A ആണ് വേണ്ടത്, അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ബീനെ നമുക്ക് 5A/9 എന്ന് എഴുതാം. അറിയാമല്ലോ, A റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ B = 5A/9 എഴുതിയാലും തെറ്റൊന്നുമില്ലല്ലോ, ആവശ്യം വരും. ഓക്കെ, അപ്പൊ രണ്ടുപേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 ഡേയ്സ് കൊണ്ട് വർക്ക് തീരും, അല്ലെ? രണ്ടുപേരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 ഡേയ്സ് കൊണ്ട് വർക്ക് തീരും. അപ്പോ ഞാനൊരു ഫോർമുല പറഞ്ഞു തന്നിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു ഫോർമുല, അത് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അത്ര കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ഫോർമുല, എക്സിന് A ഡേയ്സ് വേണം, വൈക്ക് B ഡേയ്സ് വേണം, എക്സും വൈയും ഒരുമിച്ച് നിന്നാൽ 15 ഡേയ്സ് വേണം. What is the corresponding equation? 1/A plus 1/B = 1/15. ഇതല്ലേ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സിന് A ഡേയ്സ് വേണം, വൈക്ക് B ഡേയ്സ് വേണം, രണ്ടുപേരും കൂടി ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ 15 ഡേയ്സ് വേണം. അത് ഇക്വേഷന്റെ രൂപത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ വരാം? 1/A plus 1/B = 1/15 ആണ്. നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയാലോ? എക്സ് എലോൺ. അപ്പൊ A ആണ് വേണ്ടത് നമുക്ക്, ഇവിടെ B വേണ്ട നമുക്ക്, അല്ലെ? അപ്പൊ ഇവിടെ ഒരു കാര്യം ചെയ്താലോ, 1/A plus 1/B. B എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, B എന്ന് പറഞ്ഞാൽ 5A/9 ആണ്, അല്ലെ? 5A/9 = 1/15. 9 മോളിലോട്ട് പോകും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അറിയാലോ, 1/5A/9 എന്ന് പറയുമ്പോൾ 9 മോളിലോട്ട് പോകും. 9/5A എന്നാവും, = 1/15. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? A 5A LCM എടുക്കുകയാണെങ്കിൽ 5A വരും, അല്ലെ? ശരിയല്ലേ? Aയും 5A വരുമ്പോൾ LCM എടുക്കുമ്പോൾ 5A വരും. A 5A ആവണമെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. മുകളിലപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ താഴെ 5A മാച്ചിങ് ആണ്. അപ്പൊ മുകളിലത്തെ നമ്പർ 9 എടുത്ത് എഴുതാം. ആൻഡ് റൈറ്റ് സൈഡ് 1/15 ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്, അല്ലേ? അപ്പൊ ഇവിടെ 5 + 9 എന്ന് പറഞ്ഞാൽ 14 / 5A. നമ്മൾ ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോഴും ശരിയല്ലെന്ന് നോക്കണേ. മിസ്റ്റേക്ക് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തെറ്റുകയും ചെയ്യും. ആദ്യം മുതൽ തുടങ്ങണം, സമയം അവിടെ പോവും.
അപ്പോൾ നമ്മൾ ഇതുവരെ എഴുതിയത് ശരി തന്നെയാണ്. 5 + 9 കറക്റ്റാണ്, 14/5. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5a × 1 5a, അറിയാമല്ലോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യല്. 5a × 1 5a, 14 × 15. 5 വെട്ടി കളയുമ്പോൾ ഇവിടെ 3 വരും അല്ലേ. 5 15 വെട്ടി കളയുമ്പോൾ 3 വരും. a = 4 × 13 അല്ലേ. 14 × 3 42 എന്ന് എഴുതാം, അല്ലെങ്കിൽ 14 × 3 പിരിക്കട്ടെ, എന്തോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടല്ലോ. അപ്പൊ a കിട്ടി. a എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായല്ലോ. എക്സിന് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ 14 × 3 ഡേയ്സ് വേണം അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടെ എഴുതട്ടെ എന്താണ് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ അല്ലേ. W കംപ്ലീറ്റ് ആക്കാൻ എക്സിന് എത്ര ദിവസം വേണം? 14 × 3 ഡേയ്സ് വേണം. ഏതല്ലേ ഇതിന്റെ അർത്ഥം? W കംപ്ലീറ്റ് ആക്കാൻ എക്സിന് 14 × 3 ഡേയ്സ് വേണം. ഈ വർക്ക് മുഴുവനും കംപ്ലീറ്റ് ആക്കണ്ട, 66 2/3% മതി അല്ലേ. 66% ഓഫ് ഡബ്ല്യുവിന് എത്ര ദിവസം വേണം? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിന് ഇത്രയും ദിവസം വേണം. അപ്പൊ 66 2/3 അല്ലേ. 66 2/3%, ശരിയല്ലേ. 2/3%, അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി എത്ര വേണം? അപ്പൊ രണ്ട് സൈഡിൽ 66 2/3% എടുത്താൽ മതി. ഓഫ് 14 × 3. ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിൽ ഹാഫ് എടുത്താൽ റൈറ്റ് സൈഡിൽ ഹാഫ് എടുക്കണം. അങ്ങനെ 66 2/3% എന്ന് പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. 60 × 3 198, 60 × 3 198, 198 + 2 200/3. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1/100 എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1/100 ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റു 14 × 3. 66 2/3% W കംപ്ലീറ്റ് ആകാൻ ഇത്രയും ദിവസം വേണം. ഇതൊന്ന് വെട്ടി ചെറുതാക്കിയാൽ മതി. ഇത് മനസ്സിലായല്ലോ. 66 2/3 എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 66 × 3 + 2, അങ്ങനെയാണ് 200 വന്നത്. ഇവിടെ 0 0 വെട്ടിപ്പോവും, ഇവിടെ 3 3 വെട്ടിപ്പോവും, ശരിയല്ലേ. 40 × 2 വരും അല്ലേ. 28 ഡേയ്സ് വേണം. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അപ്പോൾ 28 ഡേയ്സ് കൊണ്ട് 66 2/3% വർക്ക് കംപ്ലീറ്റ് ആവും. ഓപ്ഷൻ എ ആണ് ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ? അഫ്കാറ്റ് 2022 ആണേ.